റിസപ്ഷനാണ് ഗംഗയുടെ. നമ്മൾ ഒരുങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ്. ആരാത്? ചാക്കരേ ഹലോ ഗൈസ്, ഞാൻ ഇത് പറയാൻ കാരണം വരുന്നില്ല കേട്ടോ. നമ്മളിന്ന് ഗംഗയുടെ സ്റ്റുഡിയോയിലാണുള്ളത്. ഗംഗയുടെ വീട്ടിലാണ്, കരിക്കുഴിയിലാണ് കേട്ടോ നമ്മളുള്ളത്. അപ്പോൾ ഇന്ന് റിസപ്ഷനാണ് ഗംഗയുടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ്. പിന്നെ നമ്മളുടെ ഗംഗയുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരത്ത് ഒരു രാജ് കൺവെൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു വെന്യൂ ഉണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്. ഫംഗ്ഷൻ മുഴുവൻ ഇന്ന് അവിടെയാണ്. നമ്മുടെ ടീംസ് മുഴുവൻ ഇന്ന് ഗംഗയുടെ വീട്ടിലുണ്ട്. ഈ ഗംഗയുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടില്ലേ, പിന്നെ അത് ഇങ്ങനെ കൂടണം നമ്മൾ ഇപ്രാവശ്യമായിട്ട് ഈ ഒരു റിസപ്ഷൻ പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണമില്ലേ, എല്ലാവരും ഉണ്ട്, എല്ലാവരും തകർക്കാൻ വേണ്ടി പോകുവാണ്. ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുവാണതേ. പാണ്ടി നൈറ്റിന് കണ്ട അതേ മുഖം അല്ലേ, അതേ മുഖം അപ്പറിനെയാട്ടോ നമുക്കിന്ന് മേക്കപ്പ് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്, എന്തായാലും ചെക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങി സ്റ്റാർട്ട് ചെയ്യട്ടെ കേട്ടോ. സോ ഗെറ്റ് റെഡി വിത്ത് മീ. ആളെന്തോ പുതിയ സാധനം മേടിച്ചതുകൊണ്ടാണ് ഗ്ലോന്ന്. എന്താ സാധനം? ഡിയാൽബ. ഓ ശരിയാട്ടോ, നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഫേസിന്. ഞാനും മേടിക്കട്ടെ. കൊള്ളാം. പിന്നെ ഇത് ആളുടെ സ്ഥിരം മോയ്സ്ചറൈസർ ആണ്. എന്താണ് എൻ്റെ പേര്? സീൻ പേരായിട്ട് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്ക്. എന്തായാലും ഞാൻ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ, എനിക്ക് ഗ്ലിറ്ററി ആയിട്ടുള്ള ഐസ് വേണം, വിങ് ലൈനർ വേണം, നല്ല ഓപ്പൺ ആയിട്ടുള്ള കണ്ണ് വേണം. ഒക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. സാധിച്ചു തരില്ല എനിക്ക്? സാധിച്ചു തരും. നമ്മൾ ഫസ്റ്റ് തന്നെ ഐസിന്നാട്ടോ സ്റ്റാർട്ട് ചെയ്യണം. ഐ മേക്കപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ലൈറ്റർ ഷെയ്ഡ് ഇട്ടിട്ട് ഒന്ന് പൊക്കി എടുത്തിട്ട് അവിടെ പിന്നെ ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഐ ഷാഡോ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മളൊരു വാമർ ഓറഞ്ച് ഷെയ്ഡ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിന്ന് ഗ്ലിറ്ററി ഐസ് വേണം. ഞങ്ങൾ ഐ ഷാഡോ കളർ ചൂസ് ചെയ്യാനുള്ള തിരക്കിലാട്ടോ. ഗ്ലിറ്റർ ഏത് വേണമെന്നാണ് ഞങ്ങളുടെ ഡിസ്കഷൻ. നമ്മൾ കണ്ണെഴുതുക കേട്ടോ. ഓൾറെഡി ഐ ഷാഡോ എല്ലാം കഴിഞ്ഞു. ജസ്റ്റ് ഗ്ലിറ്ററും ഒരു ബ്രൗണും ഒക്കെ കൂടി നമ്മളൊരു ടിൻ്റാണ് കൊടുത്തത്. പ്രധാന കർമ്മം ഫൗണ്ടേഷൻ. പക്ഷെ ഇതെൻ്റെ ഫെൻഡി ബ്യൂട്ടിയുടെ ടിൻ്റാട്ടോ. ഇതാണ് ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റിന് ഇട്ടത്, എൻ്റെ കല്യാണത്തിന് ഇട്ടത്. ഇതെല്ലാം ഇത് തന്നെയാണ്. ഭയങ്കര ഫ്ലോലെസ് ആണ്, ലൈറ്റ് വെയിറ്റ് ആട്ടോ. അതുകൊണ്ടാട്ടോ ഇത് ഇടണം. എൻ്റെ ഫേവറേറ്റ് ആട്ടോ. എത്ര നാളെ കഴിയുമ്പോൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കൺസീലർ. ഈ കൺസീലർ അടിപൊളിയാട്ടോ. ഇത് നാസിൻ്റെ കൺസീലറാണ്. ഇപ്പം നാസിൻ്റെ ഫൗണ്ടേഷൻ നല്ല കേട്ടോ. അത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. നല്ല ചൂടൊക്കെ ഉള്ള സമയമാണെങ്കിൽ നാസിൻ്റെ കൺസീലർ ഭയങ്കര നല്ല കവറേജ് തരും കേട്ടോ. ഇത് കൺസീലർ നാഴ്സിൻ്റെ, അതും എൻ്റെ എക്സാക്ട് ഷെയ്ഡ് കേട്ടോ. ക്യാരമലാണെന്ന് തോന്നുന്നു. ശരിക്കും വൺ ഷെയ്ഡ് ലൈറ്റർ യൂസ് ചെയ്യണം എന്ന് പറയും. പക്ഷേ ഇതെനിക്ക് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഭയങ്കരമായിട്ട് കവർ ആവണ പോലെ തോന്നുന്നത്. കൺസീലർ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പൗഡർ. അവൻ്റെ ഒരു ആശ്വാസത്തിന് ലിപ്സ്റ്റിക് ഇട്ട് തന്നിട്ടുണ്ട് അല്ലേ. നല്ല ഗ്ലോയി ആൻഡ് ഡൂയി, ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത ലുക്ക് കേട്ടോ. കുറേ നാൾക്ക് ശേഷം ഐലാഷ് വെക്കാന്നുള്ള പ്ലാനിൽ വെക്കുക കേട്ടോ. കുറേ നാളായിട്ട് ഐലാഷ് വെച്ചിട്ട്. പക്ഷെ നന്നായിട്ടുണ്ടാവും തോന്നുന്നു. ഓൾറെഡി ലാഷ് ഉള്ളതുകൊണ്ട് മസ്കാര ഇടാറാട്ടോ ഞാൻ പതിവ്. അയ്യോ, എത്ര നാളായി ലാഷ് വെച്ചിട്ടെന്ന് അറിയോ? ഇത്രയും ഡിഫറൻസ്. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ നല്ല ഡ്യൂയി ആയിട്ട് നല്ല ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന കേട്ടോ ഫേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ലിപ് ഷെയ്ഡ്. ഇത് എൻ്റെ ലിപ് ഷെയ്ഡ് കേട്ടോ, ബാഗിൽ നിന്ന് എടുത്തത് എൻ്റെ. ഈ ലിപ് ഷെയ്ഡ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചോദിച്ചു എനിക്കത് തന്നെ വേണമെന്ന്. നൈസായിട്ടുണ്ട്. പയ്യെ നമ്മൾ ഹെയർ ചെയ്യാൻ വേണ്ടി പോകുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്ത് ടൈപ്പാണ് ചെയ്യണം. ഞാൻ ഇന്നലെ അപർണയ്ക്ക് അയച്ച് കൊടുത്തായിരുന്നേ, എനിക്ക് ഇന്ന സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞിട്ട്. ഇതുണ്ടോ, ജസ്റ്റ് ഒരു മെസ്സി ബാക്ക് പോണി വിത്ത് ഒരു ഇങ്ങനെ ബ്രെയ്ഡ്സ് ഒക്കെ ആയിട്ട് കേട്ടോ. ഭയങ്കര എന്താ പറയണ, സിമ്പിളാക്കി ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞേക്കണേ. സിമ്പിളായിട്ട് വലിയ പ്രത്യേകിച്ച് ക്രിമ്പൊന്നും ചെയ്യാണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും ക്രിമ്പ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഹെയർ ഡാമേജ് ആവാൻ ഇത്രയും നല്ല വഴി വേറെ ഇല്ല.
കേൾ ചെയ്യാൻ വേണ്ടി പോവാട്ടോ. ഇവിടെയൊക്കെ കേൾ ചെയ്യണം. ഇവിടെ എന്തൊക്കെയോ അപർണ പറഞ്ഞു, ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എനിക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ബാക്ക് സൈഡ് മുഴുവനില്ലേ, നമ്മൾ കേൾ ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവുക, ഇത് ഫുൾ ബ്രേഡ് ചെയ്യാൻ വേണ്ടി പോകുക, അങ്ങനെയൊക്കെയാണ് എനിക്കിപ്പം മനസ്സിലായേക്കണം. 5:30 എല്ലാവരും റെഡിയായി പോകാൻ പ്ലാൻ ചെയ്തേക്കണം. അത് 5:30 പോകാൻ പ്ലാൻ ചെയ്തേക്കണം. ഇപ്പം 2:30 ഞങ്ങൾ ഏകദേശം ഒരു 3:30 ആകുമ്പോഴത്തേക്കും സെറ്റ് ആവും കേട്ടോ. ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിയും. കാരണം നമുക്കിനി കുറച്ച് ഫുൾ ലുക്കിൻ്റെ വീഡിയോസും അതൊക്കെ എടുത്ത് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും പോയിരിക്കണം. എല്ലാവരോടും വർത്താനം പറഞ്ഞ് ഒരു പ്രാവശ്യം പോലും ഇല്ലേ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റാറില്ല കേട്ടോ. ഓട്ടപ്പാച്ചിലായിരിക്കും. പാണ്ടിനായിട്ട് നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഇന്ന് നേരത്തെ ഒരുങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ ഗോ ടു ഹെയർ സ്റ്റൈലാട്ടോ കേളിങ്. എനിക്ക് സ്ട്രെയിറ്റ് ഹെയറിനെക്കാളും കേളി ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. ഇതും കേളി ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്യണം ഹെയർ സ്റ്റൈലാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടമാണ്. പണ്ടേ LKG UKG പഠിക്കുമ്പോൾ അമ്മ എനിക്ക് ഇങ്ങനെ മുടി കെട്ടി തരുമായിരുന്നു. എനിക്കതിൻ്റെ നൊക്കളാച്ചി അടിക്കണം ഇങ്ങനെ കെട്ടിയിട്ട്. ഈ സെക്ഷൻ ബാക്കിലേക്ക് പിന്നെ എടുക്കാനുള്ളതാട്ടോ. അപർണയുടെ കഴിവുകൾ മുഴുവൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മുടിയിൽ. നന്നായിട്ട് ഇങ്ങനെ ബ്രേഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സൈഡ് കൊണ്ട് ചെയ്യുമ്പോൾ കാണാം നിങ്ങൾക്ക്. ആരാത്? ഏത് മൂലയില്? നോക്കിയ ഗൈസ്, നോക്കി. ഹലോ. രണ്ടുപേരും ഇവിടെ ഒന്ന് കിടക്കണം. നോക്കി, ഒരാളല്ല, ജോബി ഇല്ല ഇവിടെ. സന്ദീപേട്ടൻ മാത്രമുള്ള. അതെ, സന്ദീപേട്ടൻ തണുപ്പ് കൊള്ളാൻ വേണ്ടി വന്ന് കിടക്കണേ. നമ്മളിവിടെ തകൃതിയായിട്ട് ഹെയർ സ്റ്റൈൽ. ബാക്ക് ഫുൾ കേൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ദേ ഇവിടെ ഫ്രണ്ടിലത്തെ കുറച്ച് ഫ്രിഞ്ചസ് ആൻഡ് ബാങ്ക്സ് അല്ല കേട്ടോ, ഫ്രിഞ്ചസ് ആണ്. ചെറിയ പീസസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം നല്ല ഭംഗിയുണ്ട്, അടിപൊളി. ഇവിടെ ഇങ്ങനെ ഒതുങ്ങി കിടക്കണോണ്ടേ ഭയങ്കര രസം. കണ്ണിലോട്ട് വീഴാത്തോണ്ട് നല്ല വൃത്തിക്ക് കിടപ്പുണ്ട്. ഓ മൈ ഗോഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ എനിക്ക് ആ ഒരു ഇതിന്റെ ഫിനിഷ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ബാക്ക് സൈഡ് ഞാൻ കണ്ടിട്ടില്ല, നോക്കട്ടെ. കോതാനാ എന്ന് വെച്ചാ ഓ ഇങ്ങനെ ചീകാൻ. ഞങ്ങള് ചീകാൻ എന്നാണ് കേസ് പറയണത്. ഞങ്ങൾക്ക് കോതാൻ എന്നൊരു വാക്കില്ല. എനിക്കെന്തോ ചീത്ത കേൾക്കണ പോലെ ചീകാൻ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണെന്ന് കമന്റ് ചെയ്തിട്ട്. ചിലര് വാരാൻ എന്ന് പറയും. വാരാൻ, കോതാൻ ഞാൻ ആദ്യമായിട്ടാ കേൾക്കണേ. പിന്നെ ചീകാൻ. നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട്. അടിപൊളി, നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. ഈ ബ്രൈറ്റ്സും ഇതും ഇതുണ്ടോ, ഇതിനാണ് ഗൈസ് കോതുക എന്ന് പറയുന്നത്. പൊട്ട് വെക്കുവാണേ. മേക്കപ്പും ഹെയറും എല്ലാം കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം മേക്കപ്പ് ഭയങ്കര ഫ്ലോലെസ് ആയിട്ട് ഡ്യൂ ആയിട്ടിരിപ്പുണ്ട്. അതുപോലെ ലിപ്സിൻ്റെ ആ ഒരു ഷെയ്ഡില്ലേ, നന്നായിട്ട് സ്കിൻ ടോണായിട്ട് മെർജ് ചെയ്യുന്നുണ്ട്. ഓൾസോ ഇത് കണ്ടോ, ബ്ലഷൊക്കെ കൂടിയായിട്ട് എനിക്ക് മൊത്തത്തിൽ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഗ്ലോയി ആയിട്ടുള്ള ലുക്കാണ്. ദേ ഈ ഒരു സെറ്റാട്ടോ നമ്മളിന്ന് ഇടുന്ന നല്ല ഒണിയൻ പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു കോർസെറ്റ് ബ്ലൗസാണ്. കോർസെറ്റ് അത്ര വിസിബിൾ അല്ല കേട്ടോ, ആ ഒരു ബോൺസ് അത്ര വിസിബിൾ അല്ല. പക്ഷെ ആ ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പും ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ നാൾക്ക് ശേഷം ഞാൻ ദേ ഷോർട്ട് സ്ലീവ് ഇടാൻ വേണ്ടി പോവാം കേട്ടോ. ഇത്ര നാളെ ഞാൻ ഒന്നില്ല ഫുൾ സ്ലീവ് അല്ലെങ്കിൽ 3/4 സ്ലീവ് ഒക്കെ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്, പിന്നെ എൽബോ സ്ലീവ് ഒക്കെ. പക്ഷേ കുറച്ച് അധികം നാൾക്ക് ശേഷം ഷോർട്ട് സ്ലീവ് ഇടാൻ പോവാം. ബാക്കിലാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഒരു ടാസിൽ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഇതുപോലെ ടൈ ഡീറ്റെയിലിംഗും ഉണ്ട് കേട്ടോ, കെട്ടാനും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി. എൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു പലാസോ ആണ്. പലാസോയ്ക്ക് നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു രശ്മിക മന്ദാനയുടെ ആ ഒരു സംഗീത് ലുക്കില്ലേ, അത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനത്തെ സ്കേർട്ടും പോട്ടെ ഈ പലാസോ ചെയ്യാനായിട്ട് ഇൻസ്പയർ ആയത്. ഒരു സ്കേർട്ട് പോലെ എനിക്ക് ഇട്ട് കഴിയാൻ നേരത്ത് അന്ന് തന്നെ കാലങ്ങോട്ടും കൂടെ എടുക്കുമ്പോഴത്തേക്ക് ഒരു പലാസോയുടെ ഫീലും വരും കേട്ടോ. പിന്നെ ഇത് നല്ല മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കാൻ കൊടുത്തതാണ്. അമിത ചെയ്തു തന്നതാണ്, പറയണ്ടല്ലോ ഇപ്പോൾ അമിത വർക്ക് ചെയ്തു തരണം. പിന്നെ നല്ല ഗോൾഡൻ വർക്കൊക്കെ ഉണ്ട് ഈ ഒരു പലാസോയിൽ. നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ദുപ്പട്ട ചെയ്തിട്ടുള്ളത്. പക്ഷേ നെറ്റ് ഭയങ്കര പ്ലെയിൻ ആണ്. അതിൽ ജസ്റ്റ് ഒരു ലേസ് ഡീറ്റെയിലിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ദുപ്പട്ട വന്നിട്ട് എഡ്ജ് ഇങ്ങനെ ഒരു ആംഗിൾഡ് ആക്കി കേട്ടോ. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ, കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇത് എല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാട്ടോ ഇതെങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ഭംഗി എന്നുള്ളത്. കണ്ടോ, നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, ദുപ്പട്ട സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഷെയ്ഡ് ആണെങ്കിലും ഇല്ലേ ഭയങ്കരമായിട്ട് സ്കിന്നിനായിട്ട് മെർജ് ചെയ്ത് നിൽക്കുന്ന ഷെയ്ഡായിട്ട്. ഈ ടിഷ്യൂ ഫാബ്രിക്കിൻ്റെ ആ ഒരു ലക്ഷറി ഫീലും ഉണ്ട് ആ ഒരു ടോപ്പിന്. പ്ലെയിൻ ആണൊന്നും ചെയ്തിട്ടില്ല. അതുണ്ടോ, കോർസെറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കട്ടിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ബോൺസ് എന്നാട്ടോ പറയണേ, ഈ കോർസെറ്റിൻ്റെ ഇങ്ങനെ ഓരോരോ നീളം സാധനത്തിന് അതുള്ളതുകൊണ്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കട്ടിങ്ങും ഷേപ്പും തോന്നും കേട്ടോ.
പിന്നെ താഴത്ത് വന്നിട്ട് നല്ല ഫ്ലെയർ ഉള്ള പലാസോ ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പലാസോ ആണെന്നുള്ളത് ഫീൽ ചെയ്യുവേ. പിന്നെ ഈ ദുപ്പട്ടയൊക്കെ നമ്മൾ അതനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടും. ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ വന്നത്, ഈ ഒരു ട്രയാങ്കിൾ ഫീലിലാണ് വരണം. ഈ എൻഡ് ഇവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അതാരെന്ന് ഞാൻ കണ്ടു, ഭാര്യയും ഭർത്താവും കൂടി കയറിയിരുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ? അപർണ നല്ല ഭംഗിയില് നമുക്ക് ദുപ്പട്ടയൊക്കെ പിൻ ചെയ്ത് വന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമിത താങ്ക് യു എടാ, പറഞ്ഞാൽ മതിയാവില്ല, അത്ര അടിപൊളിയായിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റൈൽ ചെയ്തേക്കുന്നില്ല, നെക്ക് പീസ് ഇല്ല. കാരണം എപ്പോഴും നമ്മൾ നെക്ക് പീസ് ഇട്ടല്ലേ സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ ഒരു വെറൈറ്റി വേണ്ടതെന്ന് ഓർത്ത് ഞാൻ ദേ ഇയർ കഫും അതുപോലെ തന്നെ സ്റ്റഡും, അത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ജ്വല്ലറി പീസായിട്ടാണ് ഞാൻ ഇന്ന് ഇട്ടേക്കണം. ഇത് ഞാനൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് മേടിച്ചതാണ്. അതുപോലെ തന്നെ ദേ നല്ല വള ഇട്ടിട്ടുണ്ട്, 2 കയ്യിലും വള ഇട്ടിട്ടുണ്ട്, ഒരു വലിയ മോതിരം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക്. നല്ല രസമില്ലേ കാണാനായിട്ട്? കാരണം ആ ഒരു ഗോൾഡിൻ്റെ ആ ഒരു ചെറിയ ചെറിയ എലമെൻറ്റ്സ് എൻ്റെ ഔട്ട്ഫിറ്റിലുള്ളതുകൊണ്ട് അത് തന്നെ അക്സറിയിലും കൊടുത്തേക്കണം. പിന്നെ ഞാൻ വളയിൽ ജസ്റ്റ് ഒരു പർപ്പിളിൻ്റെ ടിൻറ്റും കൂടി കയറ്റിയിട്ടുണ്ട്, ഈ ഒരു ഒനിയൻ ഷെയ്ഡിന് കോൺട്രാസ്റ്റ് ആയിട്ട്. ഉണ്ടോ? ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഔട്ട്ഫിറ്റ്സ്. അപർണ പറ, നീ ചെയ്തു തന്ന മേക്കപ്പും കാര്യങ്ങളും ഞാനത് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? അങ്ങനെ പറയാവുള്ളൂ, ഞാൻ പറഞ്ഞിട്ട് കൊണ്ടു നിർത്തിയതാട്ടോ ചുമ്മാ. പക്ഷേ ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മേക്കപ്പ് നല്ല ഇഷ്ടപ്പെട്ടു, കാരണം നല്ല ഡ്യൂയി ആയിട്ടുണ്ട്. അതുപോലെ എൻ്റെ സ്കിൻ ടോൺ തന്നെ മാറിയിട്ടില്ല, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഫൗണ്ടേഷൻ ബേസ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഹെയർ ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു, എനിക്ക് എക്സ്റ്റൻഷൻ വേണ്ട, ക്രിമ്പ് ചെയ്യണ്ട. പാവം അതെനിക്ക് അതുപോലെ തന്നെ ചെയ്തു തന്നു കേട്ടോ. എക്സ്റ്റൻഷന് വെക്കാണ്ട് ക്രിമ്പും ചെയ്യാണ്ട് കൊണ്ട് തന്നെ എനിക്ക് മിനിമൽ ലുക്കായിട്ട് തോന്നുന്നുണ്ട് ഇന്നത്തെ ലുക്ക്. താങ്ക് യു എടാ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്കും ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യും. ജെനുവിൻ ആയിട്ടുള്ള എന്ന പേരിപ്പിക്കാത്ത രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യണം കേട്ടോ, അല്ലേ? എടുത്ത് പറയാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ.